ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. 3 മാസം മുതൽ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഫുഡിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് കേട്ടോ. 3 വയസ്സല്ല, 3 മാസം മുതൽ കൊടുക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ് കേട്ടോ ഇത്. 6 മാസം മുതലാണല്ലോ കുട്ടികൾക്കെല്ലാം ഫുഡൊക്കെ കൊടുത്ത് തുടങ്ങുന്നത്. ഇത് നമുക്ക് 3 മാസം മുതൽ കൊടുത്ത് തുടങ്ങിയാലും ഒന്നും സംഭവിക്കാൻ പോണില്ല. അപ്പം ഹെൽത്തിനും ഒക്കെ ഗുണമുള്ള നല്ലൊരു ഐറ്റം തന്നെയാണ് ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ പാല് കുറവുള്ള അമ്മമാർക്ക് ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും കേട്ടോ. കാരണം 3 മാസം മുതലേക്ക് കുട്ടികൾക്ക് കൊടുത്തു തുടങ്ങാൻ തന്നെ ഫുഡായും കൊണ്ട് നമുക്ക് 6 മാസം വരെ വെയിറ്റ് ചെയ്ത് എടുക്കേണ്ട ആവശ്യമില്ല. ഒരു 3 മാസം മുതൽ നമുക്ക് ഈ ഫുഡ് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. പാലൊക്കെ അത്യാവശ്യമുള്ളവർ എന്തായാലും 6 മാസം മുതൽ സ്റ്റാർട്ട് ചെയ്താൽ മതി. അപ്പോൾ പാലൊക്കെ കുറവുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ 3 മാസം മുതൽ എന്ന് പറഞ്ഞത് കേട്ടോ. ഏത് സമയവും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്, അതിനൊന്നും കുഴപ്പമില്ല. നല്ല ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയ നല്ലൊരു ഇതാണ് കേട്ടോ, ഒരു ഫുഡാണിത്. പിന്നെ വെയിറ്റൊക്കെ വെക്കാൻ പെട്ടെന്ന് സഹായിക്കും. അതിന് വേണ്ടത് നമുക്ക് നേന്ത്രപ്പഴമാണ് കേട്ടോ. നേന്ത്രപ്പഴമല്ല, നേന്ത്രപ്പഴം പഴുത്തതാണല്ലോ പറയാം. നേന്ത്രക്കായാണ് വേണ്ടത്. നേന്ത്രപ്പഴത്തിൻ്റെ അതില്ലേ അത് ഭയങ്കരമാണ് കേട്ടോ. വെയിറ്റ് വെക്കാനും കുട്ടികൾക്ക് നല്ലപോലെ ഗുണം ചെയ്യും. അത് നിങ്ങൾക്ക് വേണ്ട ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഞാൻ ഒരു കൊല ഫുള്ളായിട്ട് ഇവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് വീട്ടിലെവിടെയെങ്കിലും ഉണ്ടായത് കിട്ടുകയാണെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും നല്ലത്. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിച്ചിട്ട് ചെയ്യുമ്പം അതിന് പല കെമിക്കൽസും അല്ലെങ്കിൽ വളവും ഇട്ടിട്ടാണ് നമുക്ക് കടകളിലൊക്കെ കിട്ടുന്നത്. നല്ലപോലെ വളമൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ വളർത്തിയെടുത്ത കൊലകളായിരിക്കും, അല്ലെങ്കിൽ വാഴകളായിരിക്കും അതെല്ലാം. അപ്പം പുറത്തുനിന്നൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് കുട്ടികൾക്ക് ധൈര്യമായിട്ട് കൊടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. ഇത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടായ കൊലയാണെങ്കിൽ, വാഴക്കൊലയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ധൈര്യമായിട്ട് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാം. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമുക്ക് ആ വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ തൊലിയൊക്കെ ഒന്ന് അടർത്തിയെടുക്കാം. അതുപോലത്തെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തൊലിയൊക്കെ പൊളിച്ചെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. നമ്മൾ വറുത്തായ്ക്കൊക്കെ ഉണ്ടാക്കുന്നില്ലേ, അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ. വറുത്താഴൊക്കെ ചിപ്സ് ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ അതറിയാത്തവർ ആരും ഉണ്ടാവില്ല, അതുകൊണ്ട് ഒന്നുകൂടി പറഞ്ഞത് കേട്ടോ. അപ്പം അതുപോലെ തന്നെ തൊലിയൊക്കെ ഒന്ന് പൊളിച്ചെടുത്ത് ഇതുപോലെ റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഭയങ്കര തിന്നാക്കി തന്നെ കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. കയ്യിൽ നിന്ന് എത്ര തിന്നാക്കി കട്ട് ചെയ്യുക കേട്ടോ, എന്നാലും നമുക്ക് പെട്ടെന്ന് ഉണങ്ങി കിട്ടുള്ളൂ. പിന്നെ ഇത് തലേന്ന് ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും വലിയ ഈസി കേട്ടോ. കാരണം ഇത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ, തലേന്ന് വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ട് ഒരു ഉണക്കം പിടിച്ചതുപോലെ ആയി കിട്ടും കേട്ടോ. അല്ലാതെ ഡയറക്റ്റായിട്ട് നമുക്ക് ഉണക്കാൻ വെക്കുന്നതൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേങ്കിൽ ഇങ്ങനെ വെക്കുമ്പോൾ കുറച്ചുകൂടി ഒരു ഈസി ആയിട്ട് എനിക്ക് തോന്നി. ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ട്രൈ ചെയ്തപ്പം എനിക്ക് ഭയങ്കര ഈസി ആയിട്ട് തോന്നിയിട്ട്. കാരണം ഇത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചപ്പം അതിൽ നിന്നും വെള്ളമൊക്കെ വറ്റി ഒരു ഉണക്കം പിടിച്ച മതി ഒന്ന് ചുരുങ്ങിയുണ്ടായിട്ട് കിട്ടി. അപ്പോൾ പെട്ടെന്ന് തന്നെ വെയിൽ കാണിച്ചപ്പം കുറേ കൂടുതൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടാൻ സാധിച്ചിട്ടോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഡയറക്റ്റായിട്ട് ചെയ്യുന്നതും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് തിന്നാക്കി മുറിച്ചിട്ട് പിന്നെ ഇതുപോലെ വെയിലത്ത് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒരു 3 ദിവസമെങ്കിലും നന്നായിട്ട് വെയിൽ കൊള്ളിച്ച് ഉണക്കിയെടുക്കുക. അതിന് ശേഷം ഏതെങ്കിലും ഒരു കുപ്പിയിലോ സ്റ്റോർ ചെയ്ത് വെക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. അല്ലെങ്കിൽ ഒന്നായിട്ട് പൊടിക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒന്നായിട്ട് പൊടിക്കാതിരിക്കുന്നതാണ് കുട്ടികൾക്ക് നല്ലത്. കാരണം കുറച്ചൊരു കേട് വരും. നമ്മൾ കുറേയൊക്കെ പൊടികളൊക്കെ പൊടിച്ച് വെക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് കേട് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്കൊരു കുപ്പിയിലാക്കിയിട്ട് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, ആവശ്യത്തിനനുസരിച്ച് നമുക്ക് പൊടിച്ചെടുക്കാം. അങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചാൽ കേട്ടോ. നമുക്ക് വീട്ടിൽ തന്നെ ഇത് പൊടിച്ചെടുക്കാവുന്നതാണ്. ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലോട്ടിട്ട് പൊടിച്ചാൽ മതി. ഞാനത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. പിന്നെ മിക്സിയുടെ ജാറെടുത്ത് പൊടിക്കാനൊക്കെ ആർക്കും അറിയാത്തതല്ലല്ലോ, അപ്പം അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ കാണിക്കുന്നില്ല. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണം എന്നുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് അറിയാട്ടോ. അപ്പം ഇതാണ് ഞാൻ വെരുകിയതിന് ശേഷം ഉള്ളതാണ് കേട്ടോ. ഇത് വെരുക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. എങ്ങനെയാണെന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണെന്ന് വിചാരിക്കുന്നു. അതും അറിയാത്തവരുടെ കമൻറ്റ് അറിയിക്കട്ടോ.
കേട്ടോ. എങ്ങനെയാണെന്നുള്ള ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറയണമെങ്കിൽ അങ്ങനെ പറഞ്ഞു തരാവുന്നതാണ്. അപ്പം ഇത് ആക്കിയതിന് ശേഷം ഒരു അരിപ്പ എടുത്തിട്ട് ഒന്ന് അരിച്ചെടുക്കുക കേട്ടോ. കാരണം 3 മാസമൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ കുട്ടികൾക്ക് പെട്ടെന്ന് അത് ചെയ്യാൻ പറ്റില്ല. അപ്പം എന്തെങ്കിലും ഒരു പൊടികളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് തരിപ്പ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇത് വലിയ പാത്രമാണ് കേട്ടോ. അതിൽ നിന്നും ഞാൻ വേറൊരു പാത്രത്തിലോട്ട് ഒരു അരിപ്പയിൽ നിന്ന് അരിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോക്കി, കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോക്കി എടുക്കാവുന്നതാണ്. പിന്നെ 3 മാസം മുതൽ കുട്ടികൾക്കാണ് നിങ്ങൾ കൊടുക്കുന്നത് എങ്കിൽ ഇതുപോലത്തൊരു ബോട്ടിലെടുത്തിട്ട് അതിൽ വേണം കേട്ടോ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട്. ഇതുപോലെ നിപ്പിളൊന്ന് വലിയൊരു ഹോൾസായിട്ട് ഇതിൻ്റെ നിപ്പിളിൻ്റെ ഹോൾസില്ലേ അതൊന്ന് കുറച്ചുകൂടിയും ഒന്ന് വലിയതാക്കിയിട്ട് കൊടുക്കുക. അതിൻ്റെ ഓട്ട ഒന്ന് കുറച്ചുകൂടി ഒന്ന് വലുതാക്കിയിട്ട് കൊടുക്കാമെന്ന് കേട്ടോ. അപ്പം നമുക്ക് പെട്ടെന്ന് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. അല്ലാതെ നമ്മൾ കുട്ടികൾക്ക് സ്പൂണിലൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ 3 മാസമൊക്കെ ആയ കുട്ടികൾക്ക് അത് ബുദ്ധിമുട്ടാണ്. അത് അവർ കഴിക്കാനായിട്ടില്ലല്ലോ. അപ്പം അത് അങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ കുപ്പിയിലാക്കി കുറച്ച് ലൂസിൽ തന്നെ കൊടുക്കുക കേട്ടോ. കുറച്ച് കട്ടിക്കൊന്നും കൊടുക്കരുത്. ചെറിയ കുട്ടികളാണ്, അവർക്ക് പെട്ടെന്ന് അതൊന്നും ഇതാവാനായിട്ടില്ല. കുറച്ച് മെല്ലെ കട്ടി കൂട്ടി കൊടുത്താൽ മതി. പിന്നെ ഒരു 6 മാസമൊക്കെ മുതൽ പിന്നെ നമുക്ക് സ്പൂണിലൊക്കെ കൊടുത്ത് തുടങ്ങാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് അറിയിക്കട്ടോ. ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ അതും കമൻറ്റ് അറിയിക്കാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു ഓൾ.